ഹലോ, നമ്മുടെ വിഷുവൊക്കെ ദാ വന്നു, ദേ പോയില്ലേ. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. അതൊക്കെ പോട്ടെ, നമ്മുടെ നക്ഷമം കണ്ടില്ലേ, കണി കാണുക. കഴിഞ്ഞ വിഷുവിന് അവനുണ്ടെങ്കിലും അവനധികം കാര്യങ്ങളൊന്നും അറിയാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിഷുവിന് കണ്ടില്ലേ, ആ കണിയിലുള്ള നാണയത്തിലേക്കാണ് അവൻ്റെ കണ്ണ് ഫുള്ള്. അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അതിലുള്ള പലതിക്കും അവൻ്റെ കണ്ണ് പോയെങ്കിലും ഞങ്ങൾ അതൊന്നും എടുത്തു കൊടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ പടക്കം പൊട്ടിക്കുകയാണ് ഈ കാണുന്നത്. ടോട്ടോ എന്ന് പറഞ്ഞിരിക്കലാണ് പുള്ളിയുടെ മെയിൻ. പിന്നെ നമ്മുടെ കണി കണ്ടില്ലേ, ഇന്നലെ നമ്മൾ ഒരുക്കിയതാണ് കേട്ടോ ഇത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓടിക്കുന്നതൊക്കെ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ പരിപാടിയൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിയലായിട്ടുണ്ട്, കാളനായിട്ടുണ്ട്, ഇത് ചിക്കൻ ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിനിടെ ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഞാനും അച്ഛനും നക്ഷമനും കൂടി പടക്കം മേടിക്കാൻ പോവാണ് കേട്ടോ. മേടിച്ചതൊക്കെ തീർന്നു. ഇന്നലെ പിള്ളേരൊക്കെ കൂടിയിട്ട് പൊട്ടിച്ച് തീർത്തു. അപ്പോൾ പടക്കം മേടിക്കാൻ പോയതിന് നേരെ മുന്നിലായിരുന്നു നമ്മുടെ നറുനീണ്ടി സർബത്ത്. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ചിട്ടാണ് നമ്മൾ പടക്കം മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും നമ്മുടെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പായസം ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മെയിൻ പരിപാടിക്ക് കിടന്നിട്ടുണ്ട്. 2 ഇളക്കിയിട്ട് ഞാൻ നേരെ അച്ഛൻ രാവിലെ മേടിച്ചെന്ന മുല്ലപ്പൂ വെക്കാൻ വേണ്ടി പോയി. മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ എടുക്കണം. അത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ കൽഹാരിയിൽ നിന്ന് ഞാൻ അച്ഛനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്ത ഡ്രസ്സാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ട് എൻ്റെ കുറേ ഷോയും കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളാരും അത് കാര്യമായിട്ട് മൈൻഡ് ആക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ്റെ ഗ്യാങ്ങൊക്കെ എത്തിയിട്ടോ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന വ്യാജേന അവരൊരു വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നക്ഷമൺ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കല്യാണരാമൻ ലുക്ക് ഉണ്ടില്ലേ. എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് അതിൽ നിന്ന് ഒരു പീസ് കൊണ്ട് ഷർട്ട് അടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാം. അവനെയാണെങ്കിൽ ഒരു നിർത്തിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പെടുന്ന ഒരു കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറേ അങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഞാനും അവനും കൂടി ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ പുള്ളി തീരെ സഹകരിക്കുന്നില്ല. പിന്നെ ഞാൻ എടുത്തോണ്ടും കിക്കിലിയാക്കി ഉമ്മ വെച്ച് ഒന്ന് ചിരിപ്പിക്കാനൊക്കെ നോക്കി. ആൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്ത് കൂട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാളൻ, പുളിഞ്ചി, അവിയൽ, സാമ്പാർ, ചിക്കൻ, നമ്മുടെ ഇവിടെ നോൺ വെജൊക്കെ ഉണ്ടാക്കും കേട്ടോ, പപ്പടം, മീൻ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നക്ഷുമോൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ അവനൊരു ഇല ഇട്ടിട്ട് കുറച്ച് ചോറ് അവന് കൊടുത്തുട്ടോ. അവൻ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് അവൻ കഴിച്ചിട്ടില്ലെങ്കിലും അവൻ ആ കുറച്ച് കഴിച്ചതുണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ അവന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കാലൊക്കെ എടുത്ത് കൊടുത്തു. ആ ചിക്കനൊന്നും അവൻ കഴിച്ചില്ലെങ്കിലും കുറച്ച് നേരം അത് പിടിച്ചുകൊണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ ഗേങ്ങൊക്കെ ഇതാ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. അവർക്കൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി എന്നാണ് എല്ലാവരും ഈ പറയുന്നത്. ഞാനാണെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഇലയിൽ തന്നെ കുറച്ച് പായസം ഒഴിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുറത്തൊന്നും പോയി ഞാൻ അധികം ഇങ്ങനെ കഴിക്കാറില്ല. പക്ഷേ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആസ്വദിച്ച ഫുഡൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ വിളിക്കാൻ ആളെത്തി. കണ്ണേട്ടൻ്റെ ഒപ്പം നമ്മുടെ ഗാങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദേവും ശ്രീക്കും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഞാനും നക്ഷമോനും വീട്ടിലെത്തി. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ വിട്ടുപോയി. ആകെ ഉണ്ടായിരുന്നു ഈ ഒരു പൂത്തിരിയുടെ വീഡിയോ മാത്രമാണ്.